ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ചൈനയ്ക്കെതിരായ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായ നമ്മുടെ ഇന്ത്യയും തമ്മിൽ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം നടത്താൻ ഒരുങ്ങുന്നു. ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചൈനയെ ഒഴിവാക്കി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, അതായത് ഇന്ത്യയിൽ നിന്നും ഗൾഫ് വഴി യൂറോപ്പിലേക്കുള്ള റെയിൽവേ ലൈൻ പദ്ധതിക്കും ട്രംപ് മോദി ചർച്ചയിൽ കരാർ ഒപ്പിട്ടേക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പണിയാൻ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. തുറമുഖങ്ങളും വൈദ്യുത നിലയങ്ങളും മുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ വരെ പ്രധാന അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഉടനീളം അതിവേഗം വിപുലീകരിച്ച കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു സംഗതിയാണ്. അദാനിക്ക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദി ട്രംപിനെ അറിയിക്കാൻ ഒരുങ്ങുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തോടുള്ള പ്രതികരണവും തിരിച്ചടിയുമാണിത്. $400 ബില്യൺ ചൈന ഇറാൻ സമഗ്ര സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആഗോള പങ്കാളിത്ത പരിപാടിയെയും ഇന്ത്യ അമേരിക്ക സഖ്യം തകർക്കാനൊരുങ്ങുന്നു. ചൈനയുടെ സ്ലിക്ക് റോഡ് പദ്ധതിയും തകർക്കും. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന 4500 കിലോമീറ്റർ വ്യാപാര പാതയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇസ്രായേൽ വഴിയാണ് ഇത് യൂറോപ്പിലെത്തി ബ്രിട്ടനിൽ സംഗമിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ആഗോള സ്വപ്ന പദ്ധതിയാണിത്. നിലവിൽ മലാക്ക കടലെടുക്ക്, ഹോർമുസ് കടലെടുക്ക്, ബാബ് എൽ മന്ദബ് തുടങ്ങിയ നിർണായക സമുദ്ര ചോക്ക് പോയിന്റുകൾ ചൈനീസ് സ്വാധീനത്തിലാണ്. ഇതിനെയും ഇന്ത്യ അമേരിക്ക സഖ്യം തകർക്കും. കടൽ വഴിയുള്ള ചരക്ക് കടത്തിനേക്കാളും 3 ഇരട്ടി വേഗത്തിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വഴി നീക്കം നടക്കും. ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തിന്റെ 70% ഓഹരികൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത് IMECയുടെ നിർണായക ഘടകമാണ്. ഈ നീക്കം ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലിൽ ചൈനയ്ക്ക് കാലിടറുകയും ചെയ്യുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ഇസ്രായേൽ ഇന്ത്യ പ്രതിരോധ വ്യാപാരം പ്രതിവർഷം $10 ബില്യൺ മൂല്യമുള്ളതാണ്. സ്വകാര്യ മേഖല ഇടപെടൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ട്രംപിന്റെ വിവാദ വ്യാപാര നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് പ്രധാനമന്ത്രി മോദിയുടെ US സന്ദർശനം. കഴിഞ്ഞ മാസം കനേഡിയൻ മെക്സിക്കൻ ഇറക്കുമതികൾക്ക് 25% താരിഫും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതിയും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇന്ത്യയുമായുള്ള വ്യാപാര സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉയർത്തി. ഇന്ത്യയും അമേരിക്കയും കഴിഞ്ഞ 2 ദശകങ്ങളായി തങ്ങളുടെ സൈനിക പ്രതിരോധ സഹകരണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ച ഇത് പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന പ്രതീക്ഷയിലാണിപ്പോൾ എല്ലാവരും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ച് പറയാം. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വന്നാൽ ഹിന്ദുക്കളും മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള അകലം കുറയാൻ അതൊരു വലിയൊരു ഉപാധിയായി മാറും. അവർ ഒന്നായി സഹകരിച്ചു നീങ്ങും. ഇസ്രയേലും മുസ്ലിം രാജ്യങ്ങളുമായുള്ള എല്ലാ പിണക്കവും തീരും. ഇതോടെ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള എല്ലാ പിണക്കവും തീർന്ന് സമാധാനത്തിൽ ഒന്നിക്കും. അങ്ങനെ വന്നാൽ അത് അപകടകരമാവുന്നത് ഹമാസ്, ഹിസ്ബുള്ള, IS, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രാധാന്യം, അതിൻ്റെ ആ ഒരു പ്രാധാന്യം മുസ്ലിം മതത്തിൽ ഇല്ലാതാകും. നരേന്ദ്രമോദിയും ഇന്ത്യയും ഉയർത്തുന്ന വസുധൈവ കുടുംബകം, വിശ്വപൗരന്മാർ, ഒരു ലോകം ഒരു ജനത, ഇതൊക്കെ ഇസ്ലാം വിരുദ്ധമെന്നും ഹമാസ് വിശ്വസിക്കുന്നതായി US ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇന്ത്യയും G20യും ഉയർത്തിയ ഈ ആശയം ലോകത്ത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് എതിരാകും. ഹമാസ്, IS, താലിബാൻ തുടങ്ങിയ എല്ലാ മുസ്ലിം ഭീകര സംഘടനകളും പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രം സ്ഥാപിക്കാനാണ്. 2040ഓടെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റുക. എന്നാൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയും യൂറോപ്പും ഇസ്രയേലും ബന്ധിപ്പിച്ചുള്ള റെയിൽവേ ട്രാക്കും ട്രെയിനും വന്നാൽ പിന്നെ എല്ലാ മതവും ഒന്നായി കൈകോർക്കും, സഹകരണം വർദ്ധിക്കും. അങ്ങനെ വന്നാൽ ഇസ്ലാം ഭീകരന്മാരുടെ പ്രഖ്യാപിത നീക്കങ്ങൾക്ക് തടസ്സമാകുമെന്നും അമേരിക്കൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയുടെ സിൽക്ക് റോഡിനെ തകർക്കുന്ന ഈ മഹാപദ്ധതിയിൽ കൈകോർക്കുന്നത് ഇന്ത്യ, സൗദി, UAE, അമേരിക്ക, ബ്രിട്ടൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെത്താം, യൂറോപ്പിലും UK-യിലും എത്താം. തുടക്കം ഇന്ത്യയിൽ നിന്നും ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പ് ബ്രിട്ടൻ. ചുരുങ്ങിയത് 10 രാജ്യങ്ങളിലൂടെയെങ്കിലും ഈ ട്രെയിൻ സർവീസ് കടന്നു പോകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴിയും ചരക്ക് നീക്കവുമായി ഇത് മാറും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ കീഴിലുള്ള തുറമുഖങ്ങൾ 9 എണ്ണമാണ്. അതായത് 9 അന്തർദേശീയ തുറമുഖങ്ങളിൽ ഈ റെയിൽപാത മുത്തമിട്ട് കടന്നു പോകുന്ന ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് UAE-യിലെ ഫുജേറയിലേക്ക് കപ്പൽ മാർഗം ചരക്കെത്തിക്കുക, അവിടെ നിന്ന് ചരക്കെത്തുക ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്താണ്. ഇസ്രായേൽ ടച്ച് ചെയ്താണ് ഗൾഫിൽ നിന്നും യൂറോപ്പിലേക്ക് ഈ പാത നീങ്ങുന്നത്. ഇത്
ചെറിയൊരു രാജ്യമായ ഇസ്രയേലിൻ്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. അതുവഴി ഒരു വലിയ ഒരു കൂട്ടായ്മയായിരിക്കും രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ ഈ ഒരു സാമ്പത്തിക ഇടനാഴി വന്നാൽ സംഭവിക്കുക. എന്തായാലും ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ച വളരെയധികം പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.